ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നാവിൽ കപ്പലോടുന്ന രുചിയിൽ അടിപൊളി ഫിഷ് ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നെയ്മീനാണ് കേട്ടോ. നിങ്ങൾക്ക് വേറെ ഏത് മീൻ വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നെയ്മീനായതുകൊണ്ട് തന്നെ നമുക്കധികം മുള്ളൊന്നും ഉണ്ടാവില്ല. നമ്മൾ ബോൺലെസ് ചിക്കൻ പീസുകളില്ലേ, അതുപോലെയാണ് കേട്ടോ ഉണ്ടാവുക. ഇനിയിപ്പോൾ നമുക്ക് മീനിന് വേണ്ട മസാല റെഡിയാക്കി എടുക്കുക. അതിനായിട്ട് മിക്സിയുടെ ഒരു ജാർ എടുക്കുക. അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും 10-12ഓളം ചെറിയുള്ളിയും 10-12ഓളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു ഉള്ളികളായതുകൊണ്ടാണ് ഇത്ര അധികം എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് നോക്കിയിട്ട് അതിനനുസരിച്ച് ഉള്ളി എടുക്കുക. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടത്, എത്രയാണോ മീൻ എടുക്കുന്നത് അതിന് പാകത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് നാരങ്ങ നീരാണ് കേട്ടോ. ഞാനിവിടെ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട്. അപ്പം നാരങ്ങയുടെ നീര് കുരുവൊന്നും ഇല്ലാതെ വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ നാരങ്ങ ഇല്ലയെന്നുണ്ടെങ്കിൽ പകരം സുർക്ക, വിനാഗിരി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ വലിയ ജീരകം ചേർത്ത് കൊടുക്കുക, ഫെന്നൽ സീഡ്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. ഇതൊരു കുഴമ്പ് രൂപത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇനി അതിലേക്ക് ഒരു നുള്ളു വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം അധികമായി പോകരുത് കേട്ടോ, കുറച്ച് കട്ടിക്ക് വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതാ ഇനി നമ്മൾ ഈ കഴുകി വൃത്തിയാക്കി വെച്ച മീനിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു മീൻ മസാല മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത ശേഷം ഒരു 10-15 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. വേണമെങ്കിൽ ഇത് നമുക്ക് ഫ്രീസറിൽ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ. അപ്പോൾ ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു 20 മിനിറ്റോളം വെക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മൾ മീൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ചൂടായ എണ്ണയിലേക്ക് ഓരോന്ന് ഇട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മൊരിയിച്ചെടുക്കാം കേട്ടോ. ഞാൻ മീൻ പൊരിച്ചെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇങ്ങനെ ചെറിയുള്ളിയോ അല്ലെങ്കിൽ സവാളയൊക്കെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കും. അല്ലെങ്കിൽ 1-2 പച്ചമുളക് ഉണ്ടല്ലോ, അതിങ്ങനെ കീറി ഇട്ട് കൊടുക്കും കേട്ടോ, കറിവേപ്പിലയും. അപ്പോൾ അതാ നമ്മൾ മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുകളിലായിട്ട് കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളകും കൂടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. എന്നിട്ട് നല്ല പോലെ തന്നെ മൊരിയിച്ചെടുക്കണം. തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് എല്ലാ സൈഡും നല്ല പോലെ തന്നെ ഒന്ന് മൊരിയിച്ചെടുക്കുക. ഇപ്പോൾ ദാ ഇതിൻ്റെ ഓരോ സൈഡും നന്നായിട്ട് തന്നെ മൊരിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊട്ടിപ്പോവാത്ത രീതിയിൽ വേണം കേട്ടോ അതിങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. അങ്ങനെ ഇതാ നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഏത് മീനിലും ഈ ഒരു മസാല നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇതിപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ചിക്കൻ ഫ്രൈ പോലെ ഉണ്ടാവും കേട്ടോ. കാരണം നമുക്ക് ആ ഒരു രീതിയിലാണല്ലോ കട്ട് ചെയ്ത് കിട്ടിയിട്ടുള്ളത്. മുള്ളോ ഒന്നും ഇല്ലാതെ നമുക്ക് വെറും മീറ്റായിട്ട് കിട്ടിയത് കൊണ്ട് തന്നെ കാണാൻ ചിക്കൻ ഫ്രൈ പോലെയൊക്കെ ഉണ്ടാവും. അടിപൊളി ടേസ്റ്റാണ്. മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. കൂടെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.